ഇതാണ് നമ്മുടെ തമിഴ്നാട് ഹൈവേ. എത്ര സ്പീഡ് വേണമെങ്കിലും ഇവിടെ ഓടിക്കാന്നേ, 100ൻ്റെ താരം പോകണേ വേണ്ട. ഇത് നേരെ നമ്മുടെ ഇപ്പോൾ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലോട്ട് എൻ്റർ ചെയ്തേ ഒരു 100 AI ക്യാമറ നമ്മുടെ വഴി കാണും. അടിപൊളിയായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഫൈൻ്റെ പേര് ഫൈന്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഫ്യൂൽ സ്റ്റേഷൻ അവിടെ എത്തി. നമ്മുടെ ബാംഗ്ലൂരിൽ നോക്കിയപ്പോൾ പെട്രോളിന് റേറ്റ് 102 സംതിങ് ആയിരുന്നു, 96 കണ്ട്. ഇവിടെ തമിഴ്നാട്ടിൽ 101.39. ഈ ചേട്ടൻ മാത്രമേ ഇവിടെ ഉള്ളൂ. നോർമൽ പെട്രോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മുടെ റൈഡർ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ബഡ്ജറ്റ് ഇല്ലാഞ്ഞിട്ടല്ല. ആണോ ഫുൾ ടാങ്ക് ഓട്ടോ കട്ട് ഓഫ്? ഇത്ര പെട്ടെന്ന് ഫില്ലാണോ? ആണോ അത് ഓട്ടോ കട്ട് ഓഫ് പണിങ്ങണോ? എന്തോടാ നീ ഇത്ര സൂക്ഷിച്ച് നോക്കാം? കെമിസ്ട്രി ലാബ് എക്സ്പെരിമെൻ്റ് നടക്കണം. നോക്കിയിരിക്കുന്നുണ്ട്. കുറേ ആയല്ലോ, നിറയുന്നില്ലല്ലോ. ഒരു 900 റൗണ്ട് പണിയിടുங்க. ആ ഓക്കെങ്ങ. അങ്ങനെ അതാ ഈ ഒരു സന്തോഷമേ ഇന്ന് അറിഞ്ഞ് കാണുമ്പോൾ. ഹായ് അന്തസ്. അപ്പം നമ്മൾ അങ്ങനെ ഗൂഗിൾ പേ ചെയ്യാൻ പോകും ഗൈസ്. 900 rupees. അങ്ങനെ 900 rupees. ഇനി നമ്മുടെ റൈഡർ കണ്ണാപ്പിയോടെ ഒന്ന് മാറാൻ പറയാം. എടാ റൈഡർ കണ്ണാപ്പി ഞാൻ ഓടിക്കാൻ പോവാ. ഇങ്ങോട്ടോ ഗൈസ്, നമ്മളെ വിട്ടിട്ട് പോയി അവൻ. എടാ മല്ലയാ ഇങ്ങോട്ട് വാടാ. അവൻ പോയി. ഞങ്ങളങ്ങനെ ഡിണ്ടികൾ കഴിഞ്ഞു. ടോൾ ബൂത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് ഏകദേശം 5 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് പത്തനംതിട്ട എത്താൻ വേണ്ടി. മോർണിംഗ് ട്രാഫിക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. കമ്പം കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു. മഴയൊക്കെ ബുദ്ധിമുട്ട് കാറ്റായിരുന്നു, നല്ല വിൻഡ് ബ്ലാസ്റ്റ് ആയിരുന്നു. നമുക്ക് നോർമലി ഓടിക്കുന്ന അതൊരു കൺട്രോൾ കിട്ടില്ലായിരുന്നു വണ്ടിക്ക്. ഒരു വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കേണ്ടതായിരുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളെ രക്ഷപ്പെട്ടു. പെട്രോൾ പമ്പിൻ്റെ അവിടെ വെച്ച് റൈഡർ ചേഞ്ച് ചെയ്തായിരുന്നു, കമ്പത്തിനൊക്കെ മുന്നേ വെച്ച്. എൻ്റെ ഫ്രണ്ടായിരുന്നു റൈഡ് ചെയ്തത്. ഞാൻ പുറകിലിരിക്കുമായിരുന്നു. എനിക്ക് ചെറുതായിട്ടൊരു ഉറക്കം വരുന്ന പോലെ ഫീൽ ആയി കുറേ നേരം പുറകിരുന്ന സമയത്ത്. ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്നപ്പോഴത്തേക്ക് വണ്ടി ഒരു സൈഡിലോട്ട് പോകുന്നു. എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി എന്ത് പറ്റി. പക്ഷേ ഞാൻ വിചാരിച്ചു കോമൺ ആയിട്ട് അവൻ ഓടിക്കുന്നതാണെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയും
റോഡിൽ നിന്ന് സൈഡ് വിട്ട് റോഡ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് കൺഫേം ആയത്. കാരണം ഞാനും ചെറിയ ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് കൈ തട്ടി അപ്പോഴും അവൻ ഉണർന്നു. ഇല്ലെങ്കിൽ ബാരലിൽ ഇടിച്ച് നമ്മൾ വെളിയിൽ പോയേനെ. വെളിയിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നല്ല താഴ്ചയായിരുന്നു. അവിടെ മുന്തിരിത്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സൈഡിൽ. ദൈവം സഹായിച്ച് രക്ഷപ്പെട്ടു. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒറ്റ ഒരു വിഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം വിട്ട് കഴിഞ്ഞാൽ മോസ്റ്റ്ലി എല്ലാ ഹൈവേയിലും തന്നെയാണ്, അതായത് തമിഴ്നാട്ടിൽ കർണാടക എല്ലാം നമ്മൾ കാണുന്ന ഒരേ വിഷൻ ആയതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉറങ്ങിപ്പോകും. അത് മാത്രമല്ല ഇത്രയും സ്ട്രെസ്സുണ്ട്. നമ്മൾ രാത്രി ഫുള്ള് റൈഡ് ചെയ്യുവാണ്. നമ്മളതിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വിഷൻ പല സൈഡിലോട്ട് മാറ്റിക്കൊണ്ടേയിരിക്കുക. ഒരേ സ്ഥലത്ത് തന്നെ ഹെഡ് വെച്ച് ഒരേ സ്ഥലം തന്നെ ഫോക്കസ് ചെയ്ത് നോക്കാതെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ തെറ്റിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് കയ്യിലോട്ട് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് ഈ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. മാക്സിമം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ലോങ് റൈഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഹൈവേയിലൂടെയൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് നോർമലി സംഭവിക്കുന്നതാണ്. ഇവിടെ ദൈവം സഹായിച്ച് നീ കണ്ട് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അതുമാത്രമല്ല അവന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും പെട്ടെന്ന് വണ്ടി നിർത്തി പാടുപെട്ടാണ്. കാരണം റോഡിൽ നിന്ന് വണ്ടി പോയി. അവൻ നല്ല എക്സ്പീരിയൻസ് റൈഡർ ആയതുകൊണ്ട് പിടിച്ചവന് നിർത്താൻ പറ്റി. വണ്ടി കുഴപ്പമൊന്നുമില്ലാതെ വണ്ടി പിടിച്ച് നിർത്താൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ താഴെ പോയേനെ, വലിയൊരു അപകടമായി പോയേനെ ഞങ്ങൾക്കത്. ദൈവം സഹായിച്ച് കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല. എന്തായാലും സൂക്ഷിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തായാലും സൂക്ഷിക്കുക. വണ്ടി അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ഉടനെ തന്നെ ഞങ്ങളിങ്ങനെ പോകുന്നു. ഞങ്ങളധികം അവിടെ നിൽക്കാൻ നിന്നില്ല. കാരണം ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആൾക്കാർ ഒത്തിരി നോട്ടീസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് റൈഡർ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. പിന്നീട് കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് അടുത്തൊരു പെട്രോൾ പമ്പിൽ നിർത്തി ഞങ്ങൾ ലഗേജും കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ സെറ്റ് ചെയ്ത് വണ്ടിയൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. കുമളിയായിരുന്നു നമ്മുടെ ബോർഡർ. എയർപിൻ കയറുന്ന വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ ഒരു ഇഷ്യൂ നല്ല മഴയും കാര്യമൊക്കെ കാരണം ആ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കുമളി എത്തിക്കഴിഞ്ഞ് നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റിൽ തന്നെ പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. നമ്മുടെ ലഗേജ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ ട്രാവൽ ചെയ്ത പർപ്പസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. Cruzado Anonde K Motors Kattapana Narugandam Mavelikara ഇവിടെ ദുൽഖറൊക്കെ വന്നിട്ട് മുഖമൊക്കെ കഴിയിട്ട് പോയത്. So guys, signing off for some